ശ്രീനാരായണയേതി സർവം സമർപ്പയാമി. നമസ്കാരം. ഞാൻ വിജേന്ദ്രകുമാർ എം, ശിവഗിരി സംരക്ഷണ സംഘം ചെയർമാൻ. മറ്റൊരു മഹത്തായ അറിവിൻ്റെ തീർത്ഥാടനത്തിൻ്റെ അധ്യായം തുറക്കാൻ പോകുന്നു. ശിവഗിരി തീർത്ഥാടന മഹാമഹത്തിൻ്റെ വിളംബരാർത്ഥം ശിവഗിരി സംരക്ഷണ സംഘം 5 ശ്രീനാരായണ ഗുരുദേവ ഇതര ആരാധനാലയങ്ങളിൽ നിന്നും ശിവഗിരിയുടെ പ്രാന്തപ്രദേശമായ മരക്കടമുക്കിൽ സമ്മേളിച്ച് അവിടെ നിന്നും ഈ 5 പദയാത്രകളും ശിവഗിരിയിലേക്ക് ഒഴുകുന്നു, മഹാസമാധിയിലേക്ക് മാർച്ച് ചെയ്യുന്നു. ശിവഗിരി തീർത്ഥാടനം മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്നും അത്യധികം വ്യത്യസ്തമാണ്. അറിവിൻ്റെ തീർത്ഥാടനമാണ്. 8 വിഷയങ്ങളെപ്പറ്റി അതത് വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ളവർ ഒത്തുചേർന്ന് കാലാനുസൃതമായ അറിവുകൾ പുതുക്കി ഭക്തരുടെ മനസ്സിനെ അറിവിൽ അതിൻ്റെ ആനന്ദത്തിൽ ആറാടിപ്പിച്ച് നടക്കുന്ന ഒരു തീർത്ഥാടനം. തീർത്ഥാടനം എന്ന് പറയുന്നത് തീർത്ഥം പ്ലസ് ആടനം എന്നാണ്. തീർത്ഥം എന്ന് പറഞ്ഞാൽ യാനി തരന്തു ദുഃഖാനി താനി തീർത്ഥാനി എന്നാണ്. ഏതൊന്നാണോ ദുഃഖത്തെ തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്നത് അതിനെ തീർത്ഥം എന്ന് വിളിക്കുന്നു. അതിലേക്ക് അടുക്കുന്നതിനെ, ആടനം ചെയ്യുന്നതിനെ തീർത്ഥാടനം എന്ന് വിളിക്കുന്നു. ലോകത്തുള്ള മറ്റേതൊരു തീർത്ഥാടനത്തെക്കാട്ടിലും ശിവഗിരി തീർത്ഥാടനം വ്യത്യസ്തമാകുന്നത് അറിവിൻ്റെ തീർത്ഥാടനം. ഗുരു പറഞ്ഞതുപോലെ അറിവ് നേടി നാടുകളിലുള്ള ദുഃഖങ്ങൾക്ക് പരിഹാരമാവുക, അടുത്ത ഒരു വർഷക്കാലത്തേക്ക് വളരെ ആത്മവിശ്വാസത്തോടുകൂടി ജീവിത വിജയങ്ങൾ കൈവരിച്ച് മുന്നേറാനുള്ള ഊർജം പകരുന്ന ഒരു തീർത്ഥാടനം ലോകത്ത് മറ്റെങ്കിലും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ള ഈ തീർത്ഥാടന സമാഗതമായിരിക്കുന്ന ഈ സമയം ഗുരുദേവ ഭക്തർക്ക്, ഗുരുധർമ്മ പ്രചാരകർക്ക് മനസ്സിൽ മറ്റേതൊരാഘോഷത്തെക്കാട്ടിലും ആഹ്ലാദവും അഭിമാനവും അന്തസ്സും ഊർജ്ജസ്വലതയുമെല്ലാം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കാലമാണ്. അങ്ങനെയുള്ള ഈ തീർത്ഥാടനത്തിന്റെ വിളംബരം, ആ വിളംബര പദയാത്രയുടെ വിളംബരാർത്ഥമാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ദേശങ്ങളിൽ നിന്നും വരുന്ന ഈ പദയാത്രകൾക്ക് പഞ്ചശുദ്ധിയുടെ കാൽപ്പനികതയുടെ സുഗന്ധ സുരഭിലത കൂടി ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഗുരുദേവൻ അരുൾ ചെയ്തിരിക്കുന്നത് ഈ പദയാത്രയിൽ പങ്കെടുക്കുമ്പോൾ പഞ്ചശുദ്ധിവ്രതം പാലിച്ചുകൊണ്ട് പീതാംബരധാരികളായി തീർത്ഥാടനത്തിൽ പങ്കെടുക്കണം. ശിവഗിരിയാകുന്ന ലോകത്തെ ഏറ്റവും വലിയ ശാന്തത തരുന്ന മഹാസമാധിയിലേക്ക് ആടനം നടത്തണം എന്ന് ഗുരുദേവൻ അരുൾ ചെയ്തിരിക്കുന്ന ഈ മഹാതീർത്ഥാടനത്തിൽ പഞ്ചശുദ്ധി എന്ന് പറയുന്നത് ശ്രീബുദ്ധൻ അരുൾ ചെയ്ത മനഃശുദ്ധി, വാക്ശുദ്ധി, ശരീരശുദ്ധി, കർമ്മശുദ്ധി, ആഹാരശുദ്ധി എന്നീ 5 ശുദ്ധികളിൽ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ ശിവഗിരിയിലേക്ക് വരണം എന്ന് ഗുരുദേവൻ അരുൾ ചെയ്തെങ്കിൽ അതിൻ്റെ കാൽപ്പനികതയുടെ സുഗന്ധം പേറി 5 പുണ്യസ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ പ്രവർത്തകർ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, കൊല്ലം ജില്ലാ കമ്മിറ്റി, നമ്മുടെ സംഘടനയുടെ യുവജന വിഭാഗം, നമ്മുടെ സംഘടനയുടെ വനിതാ വിഭാഗം, കേന്ദ്ര സമിതി മെമ്പർമാർ എന്നിവർ 5 വിവിധ പുണ്യ സ്ഥലങ്ങളിൽ നിന്നും ശിവഗിരിയിലേക്ക് ഒഴുകിയെത്തുകയാണ്. അത് ശിവഗിരിയുടെ പ്രാന്തപ്രദേശമായ മരക്കടമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും ഒരുമിച്ച് ചേർന്ന് ഒരു നദിയായി ഒഴുകി മഹാസമാധിയിലേക്ക് ഒഴുകിയെത്തി പ്രാർത്ഥിച്ച് പ്രകമ്പനം കൊള്ളുന്ന രീതിയിൽ വിളംബരം ചെയ്ത് തീർത്ഥാടനത്തിന്റെ വിളംബരം നടത്തി വരുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ സംഘടന SSS എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ശിവഗിരി സംരക്ഷണ സംഘം എന്ന ഈ സംഘടന ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നതിൽ അതിന്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ അത്യധികം ആഹ്ലാദവും അതിലധികം അഭിമാനവുമുണ്ട്.
അടുത്ത വർഷം ഇതിലധികം ആഹ്ലാദത്തോടുകൂടി കുടുംബാംഗങ്ങളെ എല്ലാം കൂട്ടി ഈ വീണ്ടും 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 ഈ പദയാത്രയിൽ അണിചേരും, ശിവഗിരി തീർത്ഥാടനത്തിൽ അണിചേരും, അറിവ് നേടി എല്ലാം തികഞ്ഞവരായി തന്നെ പുറത്തു പോകും. അടുത്ത ഒരു വർഷക്കാലം വ്യവഹാരങ്ങളിൽ, വ്യക്തി വ്യവഹാരങ്ങളിലും ജീവിത ക്ലേശങ്ങളിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഊർജം സംഭരിക്കുന്ന ഒരു തീർത്ഥാടനത്തിന് അടുത്ത തവണയും കുടുംബസമേതം വരുവാനും പരമാവധി ആളിനെ കൂട്ടാനുമുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന ഈ വിളംബരത്തിന് അതിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനും നേതൃത്വം കൊടുക്കുവാനും കഴിഞ്ഞത് ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്, നിയതിയുടെ നിയോഗം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ വളരെ നമ്രശിരസ്കനായി മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഗുരുദേവന്റെ അനുഗ്രഹം അളവില്ലാതെ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഞാൻ ഈ അവസരത്തിലുള്ള പ്രാർത്ഥന. ഓരോ സ്ഥലങ്ങളിലും സുഖാകാശ സരസ്വതി സ്വാമി ഉൾപ്പെടെ ശ്രീ നൌഷാദ് MLA അവர்களടക്കം, ശ്രീ വി പ്രിയദർശിനി ജില്ലാ പഞ്ചായത്ത് മെമ്പർ, സുവർണകുമാർ സാർ, രാജസേനൻ സാർ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന, അത് ഇപ്പോൾ തന്നെ ജനം എല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ള അറിയിപ്പുകൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിലും എനിക്ക് അത്യധികം ആഹ്ലാദമുണ്ട്. എല്ലാവർക്കും ഗുരുദേവന്റെ അനുഗ്രഹം അളവില്ലാതെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.